ടു മൈ ചാനൽ വൃന്ദ അർജുൻ. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മളൊരു പുതിയ ട്യൂട്ടോറിയൽ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഏത് സോങ് ആണെന്നറിയോ? അപ്പോ ഈ ഒരു സോങ്ങിന്റെ ട്യൂട്ടോറിയൽ ആണ് ഗൈസ്. നമ്മുടെ ചിരി തൊട്ട് സർവ്വമായയിലെ എനിക്ക് ഏറ്റവും റീസൺ ഫേവറേറ്റ് മൂവിയാണ് സർവ്വമായ. അപ്പൊ സർവ്വമായയിലെ ഏറ്റവും അടിപൊളി സോങ് ആയ ചിരി തൊട്ട് എന്നുള്ള സോങ്ങിന്റെ ട്യൂട്ടോറിയൽ ആണ് ഗൈസ്. അപ്പൊ ഇതിന്റെ ഹുക്ക് സ്റ്റെപ്പാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ആൻഡ് കറന്റ്ലി ഇത് നല്ല ട്രെൻഡിങ് ആണ്. അതിപ്പോൾ ഇൻസ്റ്റ എടുത്ത് നോക്കിയാലും യൂട്യൂബ് എടുത്ത് നോക്കിയാലും നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. ആക്ച്വലി ഈ പാട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു, ഹായ്, നല്ല വെഡിങ്ങിനൊക്കെ പറ്റിയ ഒരു സോങ് അല്ലേ, ഇത് എന്തായാലും ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കുറേ കമന്റ്സ് ചേച്ചി ചിരി തൊട്ട് ചെയ്യുമോന്ന്. അപ്പോൾ ഞാനത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി അത് കാണുക. ആൻഡ് അതിൻ്റെ താഴെ വന്നിട്ടുണ്ടായിരുന്നു ട്യൂട്ടോറിയൽ ചെയ്യാവോ എന്ന്. സോ ഞാൻ ട്യൂട്ടോറിയൽ ആയിട്ട് വന്നിട്ടാണ് ഉള്ളത് ഗൈസ്. അപ്പോൾ എല്ലാവരും ഈ ട്യൂട്ടോറിയൽ നോക്കി വേഗം തന്നെ പഠിക്കുക. കാരണം കറന്റ്ലി നല്ല ട്രെൻഡിങ് ആണ്. ആൻഡ് ഓൾസോ അതുപോലത്തെ ഒരു ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ടിട്ട്, ഒരു സ്കേർട്ടും ടോപ്പും ഒക്കെ ഇട്ടിട്ട് വേഗം പോയി കളിച്ചാൽ ഓക്കെ. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ലൈൻ നമ്മൾ ആ ഒരു ഹൂക്ക് തുടങ്ങുന്നത് തോം തനതോം തനനോ, ആ ഒരു പോർഷനാണ്. സോ ആ ഒരു പോർഷനാണ് നമ്മൾ, അത് തൊട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ നിന്ന് പിന്നെ ആ ഒരു സെക്കൻഡ് സ്റ്റാൻസയിലേക്ക് കയറുന്ന പോർഷൻ വരെ. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതാ എൻ്റെ ഈ ഒരു റീല് പോയി നിങ്ങൾ കാണുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏത് പോർഷനാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ട്യൂട്ടോറിയൽ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ കൺഫ്യൂഷൻ വേണ്ട. നിങ്ങൾ എങ്ങനെയാണോ വീഡിയോ കാണുന്നത് അങ്ങനെ തന്നെ കാണുക. അതായത് ഈ മിററിലേക്ക് നോക്കുന്ന എന്നെ നോക്കുക. ഓക്കെ, അതായത് ഇത് നിങ്ങളുടെ ലെഫ്റ്റ്, ഇത് നിങ്ങളുടെ റൈറ്റ്. ഓക്കെ, ആൻഡ് ഞാൻ ഫുൾ ചെയ്യുന്നത് എൻ്റെ റൈറ്റും ലെഫ്റ്റും തന്നെ ആയിരിക്കും. സോ നിങ്ങൾ വീഡിയോ നോക്കിയിട്ട് അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം. യെസ്, തോം തന. ആദ്യം നമ്മുടെ ആക്ട്രസിന്റെ ഒരു സ്ലോമോസ് ഉണ്ട്. അതായത് ഫസ്റ്റ് ഇങ്ങനെ ഒരു ഓടും, ദെൻ ഒരു കറക്കം, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്കും ചെയ്യാം ഫില്ലിങ്. ആൻഡ് സ്റ്റെപ്പ് ഫസ്റ്റ് വൺ ഇസ് ലൈക്ക് 1 2, അതായത് 1 2. ഓക്കെ, 1 ലെഫ്റ്റിലേക്കാണ് ആദ്യം, ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ, ലെഫ്റ്റ് റൈറ്റ്. ദെൻ നമ്മുടെ ഒരു ചെസ്റ്റ് ലെവല് ഫുള്ള് ഹാൻഡ് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് തിരിച്ച് വെക്കാം. ഒരു ചെസ്റ്റ് ലെവലാണ് കേട്ടോ. തോം ദന, ധൂം തന എന്നാണ് കേട്ടോ. ധൂം തന, ധൂം തന. ഓക്കെ, ധൂം തന, ധൂം തന. അതാണ് സ്റ്റെപ്പ്. അതായത് ഫസ്റ്റ് ലിഫ്റ്റ് യുവർ റൈറ്റ് ലെഗ് ലൈക്ക് 1. ഓക്കെ, ലിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ഇരുന്ന് കൊടുക്കുക. ഓക്കെ, 1 2 3. അതായത് റൈറ്റ് ലിഫ്റ്റ് ചെയ്യുക, ലെഫ്റ്റ് ലിഫ്റ്റ് ചെയ്യുക, ദെൻ അഗെയിൻ റൈറ്റ് ലിഫ്റ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഈ സമയത്ത് നമ്മൾ ഓൾറെഡി ചെസ്റ്റ് ലെവലിൽ ഇരിക്കണല്ലേ, ഈ ഹാൻഡ് ചെറുതായിട്ടൊന്ന് ഡൗൺ ചെയ്യുക. അതായത് ധൂം തനനോ ഓ. ഓക്കെ, ആദ്യം ചെസ്റ്റ് ലെവലിൽ നിന്ന് 3 times നമ്മൾ ചെയ്തു, താഴെ വരെ എത്തി. അതിനുശേഷം റൈറ്റിലേക്ക് ബോഡി തിരിക്കുക. ആ ഒപ്പം തന്നെ ഹാൻഡ് മേലേക്ക് വരിക. അതായത് റൈറ്റ് ഹാൻഡ് മേലേക്ക്, ലെഫ്റ്റ് ഹാൻഡ് സ്കേർട്ടിൽ ജസ്റ്റ് പ്ലേസ് ചെയ്യുക. ദെൻ ഫ്രണ്ടിലേക്ക് നോക്കിയിട്ട് 1 2. ഓക്കെ, അതായത് നിങ്ങളുടെ ഈ ഷോൾഡർ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് ട്വിസ്റ്റ് ചെയ്യുക. അതായത് 1 2. ഇത് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ബോഡിയും ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, റൈറ്റിലേക്കാണ് കേട്ടോ ബോഡി ഫേസ് ചെയ്തിരിക്കേണ്ടത്, പക്ഷെ ഹെഡ് എങ്ങോട്ടാ, നേരെ കൊടുക്കുക. എന്നിട്ട് 1 2 ബെൻഡ്, ഡൗൺ ചെയ്തിട്ട് ദെൻ റൈറ്റ് ലെഗ് എടുത്ത് വെക്കുക, ലെഫ്റ്റ് ലെഗ് എടുത്ത്, അതായത് 1 2 3. ഓക്കെ, റൈറ്റ് എടുത്ത് വെച്ചു, ലെഫ്റ്റ് വെച്ചു, ദെൻ ഹാൻഡ് വെച്ചു. അതായത് തും തന ധൂം തന ഓ 1 2 3. അതെ, ഫസ്റ്റ് റൈറ്റ് വെച്ചു, സ്ട്രെയിറ്റ് ബോഡി വന്നു, ലെഫ്റ്റിലേക്ക് വന്നു. ലെഫ്റ്റിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നത്, ഹാൻഡ് വൈഡ് ചെയ്തിട്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, അതായത് 1 2 3. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ 1 2 3 ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്ക് ബോഡി എന്താ പറയുക, ഫേസ് ചെയ്യാം. ലെഫ്റ്റിലേക്ക് ബോഡി ഫേസ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ലെഗ് മൂവ്മെൻറ്റ് നോക്കിക്കോ. റൈറ്റ് ജസ്റ്റ് സ്ലൈഡ് ചെയ്യാം. അതായത് റൈറ്റ് ലെഗ് 1 2, ലെഫ്റ്റ് ലെഗ് സ്ലൈഡ് ചെയ്യുക, ദെൻ അഗെയിൻ റൈറ്റ് ലെഗ് സ്ലൈഡ് ചെയ്യുക. അതായത് 1 2 3. ഓക്കെ,
അത് ചെയ്യുന്ന സമയത്ത് ഹാൻഡ് മൂവ്മെന്റ് നോക്കിക്കോ. റൈറ്റ് ലെഗ് എടുത്ത് വെക്കുമ്പോൾ ലെഫ്റ്റ്. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ വിളിക്കുന്ന പോലത്തെ ഒരു മൂവ്മെന്റ് കൈ. ഓക്കെ, 1 2 and 3. ഓക്കെ, 1 2 3. ദെൻ അഗൈൻ എന്ത് ചെയ്യുക, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് മേലെ വിടുക. അവിടെ നമ്മൾ റൈറ്റ് ഹാൻഡ് അല്ലേ മേലെ വെച്ചത്, ലെഫ്റ്റ് ഹാൻഡ് മേലെ വെക്കുക, റൈറ്റ് ഹാൻഡ് സ്കേർട്ടിൽ പിടിക്കുക. അതിനുശേഷം സെയിം സ്റ്റെപ്പ്, ഷോൾഡർ ഷോൾഡർ. ഓക്കെ, 1 2 3 4 5. ഓക്കെ, 3 4 5. ഓക്കെ, ഈ 5-ന് ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. നമ്മൾ അവിടെ ചെയ്തപ്പോൾ 3 4 5 ചെയ്തു. ഇവിടെ നോക്കിയേ, 1 2 3 4 5. ജസ്റ്റ് നമ്മുടെ ലാപ്പിലേക്ക് കൈ ടച്ച് ചെയ്യുക, രണ്ട് ഹാൻഡും കൂടെ ടാപ്പ് ചെയ്യുക, ജസ്റ്റ് ലാപ്പിലേക്ക് ടാപ്പ് ചെയ്യുക. ഓക്കെ, ഇത്ര ഒന്ന് ചെയ്താലോ? യെസ്, 5 6 7 ഗോ. ധൂം ദന ധൂം ദനനോ ഓ, ധൂം ദന ധൂം ദനനോ ഓ, ധൂം ദന. കിട്ടിയോ? ഓക്കെ, നിങ്ങൾ സ്ലോലി ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യം കുറച്ച് കൺഫ്യൂഷൻ ഫീൽ ചെയ്താലും ഭയങ്കര ഈസി സ്റ്റെപ്സ് ആണ്. ലൈക്ക് അല്ല ലീഡ് റോൾ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് ഭയങ്കര ടഫാണല്ലോ എന്ന്, പക്ഷെ ഭയങ്കര ഈസി ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കിക്കോ. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നേരെ വന്നു അല്ലേ, ലാപ്പിൽ കൈതട്ടി. ദെൻ 1 2. ഓക്കെ, ബാക്കിലേക്ക് റൈറ്റ് ലെഗ് ബെൻഡ് ചെയ്യുക. 1 2 3 4. ഓക്കെ, 5 6 7 ഗോ. ധൂം ദന ധൂം ദനനോ. ഓക്കെ, അത് ചെയ്യുമ്പോൾ നോക്കിയേ, 1 2 3 4. സോ ഹാൻഡ് മൂവ്മെന്റ് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റൈറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് തന്നെ ഫ്രണ്ടിലേക്ക്. നോക്കിയേ, 1 2 3 4. അതായത് റൈറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ് ബാക്കിലേക്ക്. ലെഫ്റ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഫ്രണ്ടിലേക്ക്, റൈറ്റ് ബാക്കിൽ. അഗെയിൻ റിപ്പീറ്റ്, അങ്ങനെ 4 times. ഓക്കെ, ധൂം ദന ധൂം ദനന. ഓക്കെ, 1 2 3 4. അതായത് 1 2 3 4. കിട്ടി. അതിനുശേഷം 1 2 3. അതായത് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് ഹിപ്പ് വയ്ക്കുമ്പോൾ നമ്മളൊരു ഡയഗണൽ പൊസിഷനിൽ നിൽക്കുക. അതായത് ജസ്റ്റ് ഹിപ്പ് വയ്ക്കുക, ദെൻ ലെഫ്റ്റ് ദെൻ റൈറ്റ്. ഓക്കെ, അതായത് 1 2 3. ഓക്കെ, ലെഗ് മൂവ്മെന്റ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഫേസ് ചെയ്യുക ഡയഗണലായിട്ട്. അതായത് റൈറ്റിലേക്ക് വെക്കുക, ട്വിസ്റ്റ് ചെയ്യുക, ദെൻ അഗെയിൻ ലെഫ്റ്റിലേക്ക് ബോഡി, റൈറ്റിലേക്ക്. ഓക്കെ, യെസ്. ഈ സമയത്ത് ഹാൻഡ് മൂവ്മെന്റ് നോക്കിക്കോ. 1 2 3. ഓക്കെ, അതായത് ഫസ്റ്റ് റൈറ്റിലേക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് അപ്പ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് ലൈക്ക് താഴെ, ഈ ഒരു പൊസിഷൻ. ഓക്കെ, ഇത് ഷോൾഡറിലേക്ക് ടച്ച് വരും, ഇത് നമ്മുടെ ഹിപ്പിന്റെ ഭാഗത്തേക്കും ടച്ച് വരും ലെഫ്റ്റ് ഹാൻഡ്. അതായത് 1 2 3. കിട്ടിയോ? യെസ്, 5 6 7 ഗോ. 1 2 3. ഇതൊട്ട് ചെയ്താലോ? 5 6 7 ഗോ. ധൂം ദനനോ ഓ. ഓക്കെ, 1 2 3. then 1. ഓക്കെ, 1 1. അതായത് ലെഫ്റ്റിലേക്ക് ഒന്ന് ബോഡി ഇങ്ങനെ ഫീൽ ചെയ്ത് കുറച്ച് മൂവ് ചെയ്യാം. ഓക്കെ, സെയിം ടൈം ഹാൻഡ് നോക്കിയേ നമ്മുടെ നെക്കിൽ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഓക്കെ, 3 and 4. ഓക്കെ, 4 ഹെഡിന്റെ സൈഡിൽ കൂടി, അതായത് ലെഫ്റ്റ് ഭാഗത്തേക്കൂടെ നമ്മുടെ റൈറ്റ് ഹാൻഡ് ജസ്റ്റ് 4. ഓക്കെ, ധൂം ദന ധൂം ദനനോ ഓ, ധൂം ദന. കിടി. അതായത് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് പോയി, ബോഡി റൈറ്റിലേക്ക് വന്നു. ഓക്കെ, ആൻഡ് അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അഗെയിൻ റിപ്പീറ്റ് ചെയ്യുക. ധൂം തന ധൂം തന ഓ. ഓക്കെ, ആ ഫസ്റ്റ് സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക്. ദെൻ കൈ റൈറ്റ് ഹാൻഡ് മേലെ വെക്കുക, ദെൻ ലെഫ്റ്റ് ഹാൻഡ് സ്കേർട്ടിൽ പിടിക്കുക, ഷോൾഡർ ഷോൾഡർ. ഓക്കെ, സപമഗപമ ആ ഒരു സംഭവമാണ്. ആ ഒരു സംഭവത്തിനകത്ത് ആക്ച്വലി ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ, ഒരു ഹാൻഡ് ജസ്റ്റർ മൂവ്മെൻ്റ് ആണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് കണ്ടോ? അത് ലൈക്ക് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ്. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ വെക്കുക,
ഫേസിൻ്റെ നേരെ. ഓക്കെ, റൈറ്റ് ഹാൻഡ് കൊണ്ടിട്ട് സപ്പ്, അതായത് കൈ റൈറ്റ് ഹാൻഡ് നടുക്കിങ്ങനെ വയ്ക്കുക. ദെൻ 3 and 4 2 പ്രാവശ്യം ടച്ച് ചെയ്ത് കൊടുക്കുക. അതായത് 1 2 3 4 1 2 3 4. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ റീലൊക്കെ എടുക്കുകയാണെങ്കിൽ ഇത് കട്ട് ചെയ്ത് അതായത് ഷോർട്ട് വൈസ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കിട്ടും. ലൈക്ക് ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു ക്ലോസപ്പ് ഷോട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് പോർഷൻ. ഇനി സെക്കൻഡ് പോർഷനാണ് ചിരി തൊട്ട് വലം വെച്ച് പറക്കുന്ന കുരുവികളെ അതിലലിയാനാണ്. ഓ, ശരിക്കും ഒരു അഡിക്റ്റീവ് ആണല്ലോ ഈ പാട്ട്. ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും കേൾക്കാൻ തോന്നും. നമുക്ക് തിയേറ്ററിൽ കാണുമ്പോൾ നല്ല രസമെന്ന് തോന്നും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയൊന്ന് ചെയ്തിട്ട് നെക്സ്റ്റ് പോർഷൻ പഠിക്കാം. ഓക്കെ, യെസ്. 5 6 7 ഗോ. ധൂം ദന ധൂം ദന ഓ, 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 സപ പമഗമ. യെസ്, അപ്പോൾ നെക്സ്റ്റ് പോർഷൻ പഠിക്കാം. നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ചിരി തൊട്ട് ചിലമ്പിട്ട് ചുവട് വയ്ക്ക് വലം വെച്ച് പറക്കുന്ന കുരുവികളെ അതിലറിയാനാകാതെയോ, ആ പോർഷൻ. സോ അതിന് ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ റൈറ്റ് ലെഗാണ്. അതായത് 1 2. ഓക്കെ, 1 2. ഫസ്റ്റ് റൈറ്റ് ലെഗ് ഇൻസൈഡ് പോവുക, ടോയിലാണ്. ടോ ഇൻ, ടോ ദെൻ സ്ട്രെയിറ്റ്, അഗെയിൻ ലെഫ്റ്റ് ടോയിൽ ഇൻ, ദെൻ സ്ട്രെയിറ്റ്. ഓക്കെ, 1 2. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഹാൻഡ് മൂവ്മെൻറ്റ് നോക്കിക്കോ. സൂപ്പർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു മുദ്ര. ഓക്കെ, അത് ജസ്റ്റ് ഇങ്ങനെയോ ഒന്ന് ബെൻഡ് ചെയ്യുക. ദെൻ 1 2. ഓക്കെ, ബാക്കിലേക്ക് വലിക്കുക. ആദ്യം റൈറ്റ് ഹാൻഡ് ബാക്കിലേക്ക് വലിക്കുക, ലെഫ്റ്റ് ഹാൻഡ് ബാക്കിലേക്ക് വലിക്കുക. ആൻഡ് ഇത് ചെയ്യുമ്പോൾ തന്നെ റൈറ്റ് ഇൻ സ്ട്രെയിറ്റ്, ദെൻ ലെഫ്റ്റ് ഇൻ സ്ട്രെയിറ്റ്. ഓക്കെ, 5 6 7 ഗോ. 1 2 3 4. കിട്ടി. ദെൻ റൈറ്റ് എടുത്ത് വെക്കുക. ദെൻ ബോഡി ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് ഫേസ് ചെയ്യും. ദെൻ ലെഫ്റ്റ് എടുത്ത് വെക്കുക. ദെൻ ബോഡി ഇങ്ങോട്ട് ഫേസ് ചെയ്യും റൈറ്റിലേക്ക്. ഓക്കെ, 5 6 7 ഗോ. 1 2 3 4. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഹാൻഡ് മൂവ്മെൻറ്റ് നോക്കിക്കോ. 3 and 4. ഓക്കെ, അതായത് ലെഫ്റ്റിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ ഏതാ, ലെഫ്റ്റ് ഹാൻഡ് മേലെ, റൈറ്റ് ഹാൻഡ് സൈഡിൽ. ഓക്കെ, അതായത് സ്ട്രെയിറ്റ്. 3 and 4. ഓക്കെ, 5 6 7 ഗോ. 1 2 3 4. കിട്ടി. ഓക്കെ, ഇനി വലം വെച്ച് പറക്കുന്ന, വലം വെച്ച് നോക്കിക്കേ, ഷോൾഡറിലേക്ക് ഒരു തട്ട് കൊടുക്കുക റൈറ്റ് ഹാൻഡ് കൊണ്ടിട്ട്. ഒരു തട്ട്, ദെൻ പറക്കുന്ന, വലം വെച്ച് പറക്കുന്ന. അത് ചെയ്യുമ്പോൾ 1 2. വലം വെച്ച് പറക്കുന്ന കുരുവികളെ എടുത്ത് വയ്ക്കുന്നിട്ട് കുരുവികളെ, അതായത് 1 2 3. റൈറ്റിലേക്ക് ബോഡി. ഓക്കെ, ഇത് കുരുവികളെ കാണിക്കുക കൈയും കൊണ്ട്. എന്നിട്ട് 1 2 3. എല്ലാം റൈറ്റ് റൈറ്റ് റൈറ്റ്. ബോഡി സൈഡിലേക്ക് പോവുക. അതായത് വലം വെച്ച് പറക്കുന്ന കുരുവികളെ. കിട്ടിയോ? യെസ്. 5 6 7 ഗോ. ചിരി തൊട്ട് ചിലമ്പിട്ട് ചുവട് വെച്ച് വലം വെച്ച് പറക്കുന്ന കുരുവികളെ. ഓക്കെ, അതിലലിയാനാകാതെ. അതാണ് ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് മൂവ്മെന്റ് ആണ് മെയിൻ ആയിട്ട്. പിന്നെ ബോഡി വേവും ആണ്. അതായത് 1 2 3 and 4. ഓക്കെ, ആദ്യം റൈറ്റിലേക്ക് പോയി, ലെഫ്റ്റിലേക്ക് വന്നു, താഴേക്ക് വന്നു, ആൻഡ് മേലേക്ക് വേവ് ചെയ്തു വന്നു. ഇതൊന്ന് സ്ലോലി ചെയ്ത് നോക്കിയിട്ടൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ആൻഡ് ഹാൻഡ് അതുപോലെ തന്നെ പോകണം. അതായത് മേലേക്ക് പോവുക, താഴെ വന്നു, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വന്നു, അഗെയിൻ ബാക്ക്, താഴെ വന്നു, ദെൻ ലെഫ്റ്റ് ഹാൻഡ് അപ്പ് ചെയ്തു. ഓക്കെ, യെസ്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, പയ്യെ ചെയ്താൽ മതി. 5 6 7 ഗോ. 1 2 3 and 4. ഓക്കെ, ദെൻ 5 6. മേലേക്ക് വന്ന അപ്പം 2 ട്വിസ്റ്റ് ഷോൾഡർ കൊണ്ട്.
ഓക്കെ, അപ്പൊ മേലേക്ക് വരാ, ഷോൾഡർ ഷോൾഡർ, ദെൻ 1 2 3. ഓക്കെ, അതായത് 2 പ്രാവശ്യം ഷോൾഡർ ഷോൾഡർ ചെയ്തതിന് ശേഷം 1 റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് ഫീൽ ചെയ്ത് ചെയ്യാം കേട്ടോ. ദെൻ 1 2 3. ഓ, ആ ഓയ്ക്കാണ് ആ ഒരു സാധനം. അതായത് 1 2 3 4 5. ഓക്കെ, അത് നിങ്ങൾ വീഡിയോൻ്റെ ഒറിജിനൽ വീഡിയോൻ്റെ റെഫറൻസ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും ഏത് ഫീലാണ് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്, നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് ചെയ്താലോ. 5 6 7 ഗോ. ചിരി തൊട്ട് ചിലമ്പിട്ട് ചുവട് വെക്ക്, ബലം വെച്ച് പറക്കുന്ന കുരുവികളെ അതിലലിയാനാകാതെ. ഓ നാണം, ആ നാണം നാണം ആ നാണം ആ ഒരു ഷൈനസ് ആണ് കാണിക്കുന്നത്. ആ ഒരു പോർഷനിലാണ് 1 2 3 ഈ ഒരു സാധനം ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഓക്കെ, എന്നാൽ നമുക്ക് ലാസ്റ്റ് പോർഷനിലേക്ക് പോയാലോ. സോ നാണം അത് ചെയ്തതിന് ശേഷം തിരിയിട്ട മിഴികളിൽ മിനുക്കം. അതിൻ്റെ ലെഗ് നോക്കിക്കോ. ഫസ്റ്റ് റൈറ്റ് സൈഡിലേക്ക് സ്റ്റെപ്പ് പോലെ വെക്കുക. ജസ്റ്റ് ജമ്പ് ചെയ്യുക, നോട്ട് സ്റ്റെപ്പ് ആക്ച്വലി. ജംപ് ആൻഡ് ദ ലെഫ്റ്റ് ലെഗ് ഷുഡ് ബി സൈഡ് വൈസ്. ഓക്കെ, 5 6 7 ഗോ. 1 2 3 4. ഓക്കെ, ഇതിൽ ആക്ച്വലി നമുക്ക് ലെഗ് മൂവ്മെന്റ്സ് കാണാൻ പറ്റില്ല, ബട്ട് ഇറ്റ് സീംസ് ലൈക്ക് ദിസ് സ്റ്റെപ്പ്. ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഇതാണ് സ്റ്റെപ്പ് വരുന്നത്. ബിക്കോസ് 1 and 2 and 3 and 4 ഇതാണ് സ്റ്റെപ്പ് വരുന്നത്. ഓക്കെ, ബിക്കോസ് ഷീ ഈസ് വെയറിങ് സ്കേർട്ട്, അതുകൊണ്ടാണ് കേട്ടോ. നേരത്തെ മുൻകൂർ ജാമ്യം എടുത്തേക്കാം. അപ്പോൾ ആദ്യം എന്താണ് 1 2 3 and 4 സെൻട്രൽ വരിക, റൈറ്റ് ചെയ്യുക, ലെഫ്റ്റ് വരിക, then again റൈറ്റ് ആൻഡ് റൈറ്റ്. ഓക്കെ, ആൻഡ് ഇതിൽ ഹാൻഡ് മൂവ്മെന്റ് ലൈക്ക് നോക്കിയേ 1 2 3 4. ഓക്കെ, സ്കേർട്ടിൽ പിടിക്കുക, റൈറ്റ് വന്നിട്ട് നമ്മുടെ തിരിയിട്ട മിഴികളിൽ, തിരിയിട്ട മിഴികളാണ് കാണിക്കേണ്ടത്, തിരിയിട്ട മിഴികൾ. ഓക്കെ, ഐ തിങ്ക് ഇങ്ങനെയാണോ എന്നാണ് തോന്നുന്നത്, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് മച്ച് ക്ലിയർ. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇതാ എടുത്തത്. ഓക്കെ, ഇങ്ങനെ 1 2 5 6 7 ഗോ. 1 2 3 4. തിരിയിട്ട മിഴികൾ മിനുക്കം, ആ ഒരു ഷൈനിങ് ആണ് കാണിക്കണത്. ദാറ്റ് ഷൈനിങ് ഇങ്ങനെ കാണിക്കാം. ഓക്കെ, മിനുക്കം. 5 6 7 ഗോ. തിരിയിട്ട മിഴികളിൽ മിനുക്കം കുറുമ്പുള്ള ആ പോർഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ദെൻ നമ്മളിത് ചെയ്തില്ലേ, ചെയ്തതിന് ശേഷം ലെഫ്റ്റിലേക്ക് പോവുക. അതായത് ലെഫ്റ്റ് സ്റ്റെപ്പ് വയ്ക്കുക, റൈറ്റ് ലെഗ് കൊണ്ട് ഡ്രാഗ് ചെയ്യുക, റൈറ്റ് വയ്ക്കുക, ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഐ മീൻ റൈറ്റിലേക്ക് ലെഫ്റ്റ് ഹാൻഡ് ലെഗും കൊണ്ട് ഡ്രാഗ് ചെയ്യുക. അതായത് 1 2. ഓക്കെ, യെസ്, ആദ്യം എന്താണ് റൈറ്റ് ഹാൻഡ് കൊണ്ട് 1 2. ഓക്കെ, 5 6 7 ഗോ. 1 2 then 3 and 4. അതും ഒരു വേവ് ആണ്. അതായത് ഇവിടെ നിന്ന് വേവ് പോയി, അതായത് നമ്മുടെ അപ്പർ ബോഡിയിൽ നിന്ന് ലോയിലേക്ക് പോയി, സൈഡാണ് വരുന്നത്. ആ ലോ ചെയ്യുമ്പോൾ സൈഡ് പോയി എഗെയിൻ മേലേക്ക് വന്നു, ഹാൻഡിൽ ഫിനിഷ് ചെയ്തു. അതായത് 1 2 3 4. ഓക്കെ, 1 2 3 4. ഓക്കെ, അത് മാത്രമായിട്ട് ഈ വേവ് മൂവ്മെന്റ്സ് ഒക്കെ മാത്രമായിട്ടൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഐ മീൻ പഠിക്കണം കേട്ടോ. യെസ്, 5 6 7 ഗോ. തിരിയിട്ട മിഴികളിൽ മിനുക്കം കുറുമ്പുള്ള അത് പറയാതാകാതെ. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം എഗെയിൻ റൈറ്റ് ലെഫ്റ്റ് ലിഫ്റ്റ്. ഓക്കെ, അതായത് നമ്മൾ തോംതാൻ എടുത്ത പോലെ തന്നെ 1 2. ഓക്കെ, പക്ഷെ ഹാൻഡ് ഡിഫറെൻ്റ് ഉണ്ട്. ഫ്രണ്ടിൽ ഹാൻഡ് പിടിക്കുക, അതായത് 1 2 1 2. ഹാൻഡ് ബാക്കിലേക്ക് വെക്കുക, ദെൻ അഗെയിൻ ബാക്കിലേക്ക് വരിക. 1 2. ഹാൻഡ് വരുമ്പോൾ 1 2 1 2. കിട്ടി. 5 6 7 ഗോ. 1 2 3 4. ഓക്കെ, ഡൗൺ ചെയ്യുക, ലെഗ് രണ്ടും ഓപ്പൺ ചെയ്യാം. ഐ മീൻ ഔട്ട്വേർഡ്സ് ലൈക്ക് down. Again ഷോൾഡർ ചെയ്യുമ്പോൾ നിവിൻ പോളിയെ കാണുന്നു, ആ ഒരു പോർഷൻ എൻഡ് ആകുന്നു. ഇങ്ങനെയാണത്. ഓക്കെ, അതായത് ഇതോട്ട് ചെയ്യാം. 5 6 7 ഗോ. 1 2 3 and 4. Then 5 6
ഓക്കെ. ചെയ്തിട്ട് 5 6 നമ്മൾ എപ്പോഴും കൈ വരുന്നു അപ്പോൾ ഷോൾഡറിൽ 3 4 അത് ഓർക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഈ പോർഷൻ ഒന്ന് തനിയെ ചെയ്താലോ? കമോൺ. ഓക്കെ, 5 6 7 ഗോ. കിരീടമിഴികളിൽ മീനും മിനുക്കാം കുറുമുള്ള കവിളത്ത് നന അത് പറയാനാവാതെ. ഓ ഓക്കെ, അപ്പൊ ഗൈസ് ഇത്രയാണ് ആ ഒരു ഫസ്റ്റ് ഹൂക്ക് പോർഷനിൽ വരുന്നത്. ആൻഡ് ഇത്രയാണ് ഞാൻ റീൽ ചെയ്തേക്കുന്നത്. ആൻഡ് അതിൻ്റെ ട്യൂട്ടോറിയലാണ് കേട്ടോ ഇത്. അപ്പൊ നിങ്ങൾക്കൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം മുതൽ ഇവിടെ വരെ ഒന്ന് കളിക്കാം. ഓക്കെ, കമോൺ. Okay. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മുടെ ചിരി തൊട്ടു ട്യൂട്ടോറിയൽ ഇതാ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചെന്നിട്ട് ഇത് വേഗം തന്നെ പഠിക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിർത്തി പഠിച്ചാൽ മതി കേട്ടോ. അത്ര കൺഫ്യൂഷൻ ഒന്നുമില്ല. ഫസ്റ്റ് ആ റീല് കാണുക, അതിന് ശേഷം ട്യൂട്ടോറിയൽ കാണാൻ. റീല് കാണാത്തവർ വേഗം പോയി ലൈക്ക് ചെയ്യൽ, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ഏത് ട്യൂട്ടോറിയലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അത് ആ ട്യൂട്ടോറിയലായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.